15-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തോടെയാണ് യൂറോപ്യന്മാർ വ്യാപാരത്തിനായി കേരള തീരത്ത് എത്തിയത്. എന്നാൽ അതിനു മുമ്പ് തന്നെ കേരളവുമായി വാണിജ്യബന്ധം പുലർത്തിയിരുന്ന വിദേശികളാണ് അറബികളും ചൈനക്കാരും. ഇന്ത്യയിൽ കടൽമാർഗ്ഗം കച്ചവടത്തിനെത്തിയ ആദ്യ യൂറോപ്യന്മാരാണ് പോർച്ചുഗീസുകാർ എന്ന് പറയുന്നത്. കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് വഴി കേരളത്തിൽ എത്തിച്ചേർന്ന ആദ്യ യൂറോപ്യൻ ശക്തിയും പോർച്ചുഗീസുകാരാണ്. 1453 ഒട്ടോമൻ തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചെടുത്തു. അതുമൂലം യൂറോപ്യന്മാർക്ക് ഇന്ത്യയിലേക്ക് പുതിയ കടൽമാർഗ്ഗം കണ്ടുപിടിക്കേണ്ടി വന്നു. കടൽമാർഗ്ഗം ഇന്ത്യയിലെത്തിയ ആദ്യ യൂറോപ്യനാണ് വാസ്കോ ഡ ഗാമ. ലിസ്ബണിൽ നിന്ന് 1497 വാസ്കോ ഡ ഗാമ ഇന്ത്യയിലേക്കുള്ള ഐതിഹാസിക യാത്ര ആരംഭിച്ചു. വാസ്കോ ഡ ഗാമയുടെ ആഗമനത്തെ ഏഷ്യയുടെ ചരിത്രത്തിലെ വാസ്കോ ഡ ഗാമ യുഗത്തിന്റെ തുടക്കമാണെന്ന് സർദാർ കെ.എം. പണിക്കർ അഭിപ്രായപ്പെട്ടു. വാസ്കോ ഡ ഗാമയെ ഇന്ത്യയിലേക്ക് അയച്ച പോർച്ചുഗീസ് രാജാവാണ് മാനുവൽ ഒന്നാമൻ. ഡോം മാനുവൽ എന്നും പറയും. വാസ്കോ ഡ ഗാമയ്ക്കൊപ്പം കേരളത്തിലെത്തിയ പോർച്ചുഗീസ് നാവികനാണ് അൽവാരോ വെൽഹോ. 317 ദിവസത്തെ യാത്രയ്ക്ക് ശേഷം 1498 മെയ് 20 വാസ്കോ ഡ ഗാമ കോഴിക്കോട് കാപ്പാട് വന്നിറങ്ങി. വാസ്കോ ഡ ഗാമ സഞ്ചരിച്ച കപ്പലാണ് സെന്റ് ഗബ്രിയേൽ. വാസ്കോ ഡ ഗാമയുടെ കപ്പൽ വ്യൂഹത്തിലൂടെ ഉണ്ടായിരുന്ന മറ്റ് കപ്പലുകളാണ് സെന്റ് റാഫേലും സെന്റ് ബറിയോയും. വാസ്കോ ഡ ഗാമ 1498 നവംബറിൽ കണ്ണൂരിൽ നിന്ന് പുറപ്പെട്ട് 1499 ലിസ്ബണിൽ എത്തി. നാട്ടിലെത്തിയ വാസ്കോ ഡ ഗാമയ്ക്ക് ഉജ്ജ്വലമായ സ്വീകരണമാണ് ലഭിച്ചത്. മാനുവൽ രാജാവ് ഗാമയ്ക്ക് ഡോം അഥവാ പ്രഭു എന്ന പദവി നൽകി. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ സേനാപതി, അധിപൻ എന്നൊക്കെ അറിയപ്പെട്ടിരുന്നത് വാസ്കോ ഡ ഗാമയാണ്. മാനുവൽ രാജാവാണ് വാസ്കോ ഡ ഗാമയെ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ സേനാപതി, അധിപൻ എന്നൊക്കെ വിശേഷിപ്പിച്ചത്. സാമൂതിരിക്ക് പോർച്ചുഗീസുകാരോടുണ്ടായ വിരോധത്തെക്കുറിച്ചും കോഴിക്കോടിന്റെ കപ്പൽപ്പടയെ എതിരിടുന്നതിൽ കബ്രാലിനുണ്ടായ പരാജയത്തെക്കുറിച്ചും വിവരം ലഭിച്ചതിനെ തുടർന്ന് ഡോം മാനുവൽ 15 കപ്പലുകളും 800 ആളുകളുമുള്ള മറ്റൊരു സംഘത്തെ വാസ്കോ ഡ ഗാമയുടെ നേതൃത്വത്തിൽ 1502 ഫെബ്രുവരി മാസം ഇന്ത്യയിലേക്ക് അയച്ചു. രണ്ടാം വരവിൽ വാസ്കോ ഡ ഗാമ കപ്പലിറങ്ങിയത് അഞ്ചി ദ്വീപിലായിരുന്നു. വാസ്കോ ഡ ഗാമയുടെ ഭൗതിക ശരീരം ആദ്യം അടക്കം ചെയ്തത് കൊച്ചിയിലെ സെന്റ് ഫ്രാൻസിസ് പള്ളിയിലാണ്. വാസ്കോ ഡ ഗാമയുടെ ഭൗതിക ശരീരം അടക്കം ചെയ്ത പോർച്ചുഗലിലെ പള്ളിയാണ് ജെറോണിമസ് കത്തീഡ്രൽ. അത് ലിസ്ബണിലാണ്. വാസ്കോ ഡ ഗാമ എന്ന സ്ഥലം ഗോവയിലാണ് സ്ഥിതി ചെയ്യുന്നത്. 1498 മെയ് 20 വാസ്കോ ഡ ഗാമ ആദ്യമായി ഇന്ത്യയിൽ എത്തുന്നത്. 1499 വാസ്കോ ഡ ഗാമ ലിസ്ബണിലേക്ക് മടങ്ങി എത്തി. 1502 ഫെബ്രുവരി മാസം വാസ്കോ ഡ ഗാമ രണ്ടാമതായി ഇന്ത്യയിൽ എത്തി. 1524 വാസ്കോ ഡ ഗാമ മൂന്നാമതും അവസാനവുമായി ഇന്ത്യയിൽ എത്തിയത്. ആ സമയത്ത് പോർച്ചുഗീസ് വൈസ്രോയിയായാണ് വാസ്കോ ഡ ഗാമ ഇന്ത്യയിൽ എത്തിയത്. 1524 ഡിസംബർ 24 വാസ്കോ ഡ ഗാമ അന്തരിച്ചു. 1539 വാസ്കോ ഡ ഗാമയുടെ ഭൗതിക ശരീരം കൊച്ചിയിൽ നിന്നും പോർച്ചുഗലിലേക്ക് കൊണ്ടുപോയി. കടൽമാർഗ്ഗം ഇന്ത്യയിൽ ആദ്യമായി എത്തിയ യൂറോപ്യനാണ് വാസ്കോ ഡ ഗാമ. അതുപോലെ കരമാർഗ്ഗം ഇന്ത്യയിൽ ആദ്യമായി എത്തിയ പോർച്ചുഗീസ് സഞ്ചാരിയാണ് പെറോ ഡ കോവിൽഹ. ആഫ്രിക്കയിലെ ശുഭപ്രതീക്ഷാ മുനമ്പ് കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് ചുറ്റി സഞ്ചരിച്ച ആദ്യ പോർച്ചുഗീസ് നാവികനാണ് ബർത്തലോമിയോ ഡയസ്. വാസ്കോ ഡ ഗാമയുടെ പിൻഗാമിയായി ഇന്ത്യയിലെത്തിയ പോർച്ചുഗീസ് നാവികനാണ് പെഡ്രോ അൽവാരസ് കബ്രാൽ. 1500 പെഡ്രോ അൽവാരസ് കബ്രാൽ ഇന്ത്യയിൽ എത്തുന്നത്. കൊച്ചിയിൽ പണ്ടകശാല സ്ഥാപിച്ച പോർച്ചുഗീസ് നാവികനും പെഡ്രോ അൽവാരസ് കബ്രാളാണ്. പോർച്ചുഗീസ് രാജാവ് വാസ്കോ ഡ ഗാമയ്ക്ക് ശേഷം ഇന്ത്യയിലേക്കുള്ള അടുത്ത പര്യടന സംഘത്തെ പെഡ്രോ അൽവാരസ് കബ്രാലിന്റെ നേതൃത്വത്തിലാണ് അയക്കുന്നത്. 33 കപ്പലുകളും 1500 ആളുകളും ഉണ്ടായിരുന്ന ആ സംഘത്തിൽ ആപൽക്കരമായ യാത്രയ്ക്ക് ശേഷം 6 കപ്പലുകൾ മാത്രമേ ശേഷിച്ചുള്ളൂ. കബ്രാളിന്റെ പ്രതിനിധിയാണ് ഐറസ് കൊറിയ. അദ്ദേഹം സാമൂതിരിയുമായി ഒരു ധാരണയിലെത്തുകയും തൽഫലമായി കോഴിക്കോട്ടൊരു വ്യാപാരശാല നിർമ്മിക്കാനുള്ള അനുവാദം പോർച്ചുഗീസുകാർക്ക് ലഭിക്കുകയും ചെയ്തു. കബ്രാൽ തന്റെ നാട്ടിൽ തിരിച്ചെത്തുന്നതിന് മുമ്പ് തന്നെ ജാവോഡോ നോവയുടെ നേതൃത്വത്തിൽ മൂന്നാമതൊരു പര്യടന സംഘം ഇന്ത്യയിലേക്ക് തിരിച്ചു കഴിഞ്ഞിരുന്നു.
പോർച്ചുഗീസ് വൈസ്രോയിമാർ. ഇന്ത്യയിലെ ആദ്യത്തെ പോർച്ചുഗീസ് വൈസ്രോയിയാണ് ഫ്രാൻസിസ്കോ ഡി അൽമേഡ. 1505 തൊട്ട് 1509 വരെയായിരുന്നു ഫ്രാൻസിസ്കോ ഡി അൽമേഡ പോർച്ചുഗീസ് വൈസ്രോയി ആയിരുന്നത്. പോർച്ചുഗീസ് പ്രദേശങ്ങളുടെ ആദ്യത്തെ രാജപ്രതിനിധിയായി 1505 ഫ്രാൻസിസ്കോ ഡി അൽമേഡ നിയമിതനായി. അഞ്ചിദ്വീപ്, കണ്ണൂർ, മലാക്ക, കൊച്ചി എന്നിവിടങ്ങളിലെ കോട്ടകൾ ബലപ്പെടുത്തുകയും പുതിയ കോട്ടകൾ നിർമ്മിക്കുകയുമായിരുന്നു അദ്ദേഹത്തിന്റെ പ്രധാന പരിപാടി. നീലജല നയം ബ്ലൂ വാട്ടർ പോളിസി നടപ്പിലാക്കിയ പോർച്ചുഗീസ് വൈസ്രോയിയും ഫ്രാൻസിസ്കോ ഡി അൽമേഡ ആണ്. ശക്തമായ നാവികപ്പടയെ വളർത്തിയെടുക്കുന്നതിലൂടെ സമുദ്ര മേധാവിത്വം സ്ഥാപിച്ച് പോർച്ചുഗീസ് വ്യാപാരം വളർത്തുക എന്നതാണ് നീലജല നയത്തിന്റെ ലക്ഷ്യം. ഇന്ത്യയിലെ രണ്ടാമത്തെ പോർച്ചുഗീസ് വൈസ്രോയിയായിരുന്നു അൽബുക്കർക്ക്. 1509 തൊട്ട് 1515 വരെയായിരുന്നു അൽബുക്കർക്കിന്റെ കാലഘട്ടം. ഇന്ത്യയിലെ പോർച്ചുഗീസ് സാമ്രാജ്യത്തിന്റെ സ്ഥാപകനായി അറിയപ്പെടുന്നതും അൽബുക്കർക്കാണ്. ഇന്ത്യയിൽ പോർച്ചുഗീസ് കോളനിവൽക്കരണത്തിന് നേതൃത്വം നൽകിയത് അൽബുക്കർക്കാണ്. കോഴിക്കോട് നഗരം ആക്രമിച്ച പോർച്ചുഗീസ് വൈസ്രോയി അൽബുക്കർക്കാണ്. ഇന്ത്യക്കാരെ സ്വന്തം സൈന്യത്തിൽ ചേർത്ത് യൂറോപ്യൻ മാതൃകയിൽ അവർക്ക് പരിശീലനം നൽകിയത് അൽബുക്കർക്കാണ്. വിദ്യാലയങ്ങൾ സ്ഥാപിക്കുന്നതിന് നേതൃത്വം നൽകുകയും നീതിപരിപാലനം കർശനമാക്കുകയും ചെയ്തത് അൽബുക്കർക്കാണ്. അഴിമതിക്കാരായ പോർച്ചുഗീസ് ഉദ്യോഗസ്ഥന്മാർ നടത്തിയിരുന്ന സ്വകാര്യ വാണിജ്യം ഉന്മൂലനം ചെയ്തത് അൽബുക്കർക്കാണ്. പോർച്ചുഗീസുകാരും ഇന്ത്യക്കാരും തമ്മിലുള്ള വിവാഹത്തെ, മിശ്ര കോളനി വ്യവസ്ഥയെ പ്രോത്സാഹിപ്പിച്ച വൈസ്രോയി അൽബുക്കർക്കാണ്. ഇന്ത്യയിൽ സതി നിരോധിച്ച വൈസ്രോയി അൽബുക്കർക്കാണ്. നാണയ സമ്പ്രദായം ഏർപ്പെടുത്തിയ പോർച്ചുഗീസ് വൈസ്രോയി അൽബുക്കർക്കാണ്. പോർച്ചുഗീസുകാർ ഗോവ പിടിച്ചെടുത്തത് ബീജാപ്പൂർ സുൽത്താനായ മുഹമ്മദ് അദിൽഷായിൽ നിന്നാണ്. 1510 മുഹമ്മദ് അദിൽഷായിൽ നിന്ന് പോർച്ചുഗീസുകാർ ഗോവ പിടിച്ചെടുത്തത്. പോർച്ചുഗീസ് ആസ്ഥാനം കൊച്ചിയിൽ നിന്നും ഗോവയിലേക്ക് മാറ്റിയ വൈസ്രോയിയാണ് അൽബുക്കർക്ക്. 1515 ലോപ്പോസോറസ് ഇന്ത്യയിലെ പോർച്ചുഗീസ് വൈസ്രോയിയായി നിയമിക്കപ്പെട്ടു. ലോപ്പോസോറസിന്റെ കാലഘട്ടം 1515 തൊട്ട് 1518 വരെയായിരുന്നു. ലോപ്പോസോറസ് 1516 കൊല്ലം രാജ്ഞിയുമായി ഒരു ഉടമ്പടി ഉണ്ടാക്കുകയും അതനുസരിച്ച് പോർച്ചുഗീസുകാർക്ക് കൊച്ചിയിലെ നിരക്കിൽ കുരുമുളകും മറ്റ് ചരക്കുകളും കൊല്ലം തുറമുഖത്ത് കിട്ടുകയും ചെയ്തു. ഡി സെക്യൂരയുടെ കാലഘട്ടം 1518 തൊട്ട് 1522 വരെയാണ്. കൊച്ചി രാജാവ് പോർച്ചുഗീസുകാരുടെ സഹായത്തോടുകൂടി കോഴിക്കോട് ആക്രമിക്കാൻ നിഷ്ഫലമായ ഒരു യത്നം നടത്തിയത് ഈ കാലഘട്ടത്തിലായിരുന്നു. ഡാട്ടെ ഡി മെനസസിന്റെ കാലഘട്ടം 1522 തൊട്ട് 1524 വരെയായിരുന്നു. ഈ കാലഘട്ടത്തിൽ പോർച്ചുഗീസുകാരും സാമൂതിരിയുടെ മുസ്ലിം പ്രജകളും തമ്മിൽ തുറന്ന സംഘട്ടനങ്ങൾ നടന്നു. ഡാട്ടെ ഡി മെനസസ് കർത്തവ്യ നിർവഹണത്തിന് അപ്രാപ്തനാകിയാൽ 1524 വാസ്കോഡ ഗാമ തന്നെ ഇന്ത്യയിലെ പോർച്ചുഗീസ് ഭരണാധികാരിയായി വീണ്ടും വന്നു. വാസ്കോഡ ഗാമയ്ക്ക് ശേഷം ഹെൻറിക് ഡി മെനസസ് വൈസ്രോയിയായി നിയമിതനായി. 1524 തൊട്ട് 1526 വരെയായിരുന്നു ഹെൻറിക് ഡി മെനസസിന്റെ കാലഘട്ടം. മെനസസിന്റെ കാലഘട്ടത്തിൽ സാമൂതിരിയും പോർച്ചുഗീസുകാരും സമുദ്രാധിപത്യത്തിന് വേണ്ടി പരസ്പരം പോരടിച്ചു. 1525 കുഞ്ഞാലിമരയ്ക്കാരുടെ താവളമായിരുന്ന പന്തലായനി കൊല്ലം ആക്രമിച്ച വൈസ്രോയിയാണ് ഹെൻറിക് ഡി മെനസസ്.